ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബി.ജെ.പി. വീര സവർക്കർ വന്നാലും ജയിക്കില്ലെന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സുരേഷ് ഗോപി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ടി.എൻ. പ്രതാപനായി വീണ്ടും പ്രചാരണം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവം പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് കമ്മീഷണറിൽ നിന്ന് വിശദീകരണം തേടി ഹൈക്കോടതി. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോഷണം പതിവാകുന്നു. പുല്ലൂറ്റിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ കവർന്നു. വലപ്പാട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി അലൻ ആണ് പിടിയിലായത്. മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി അഖിൽ, നെല്ലുവായ് സ്വദേശി സുമിത്ത്, കുന്നംകുളം സ്വദേശി വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് ബൂത്ത് തല പ്രചരണം ആരംഭിച്ച് സുരേഷ് ഗോപി. പ്രവർത്തകരെ കാണുവാനും സംവദിക്കുന്നതിനുമായി സുരേഷ് ഗോപി നാട്ടികയിലെത്തി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂരിന് ഇനിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അതിനുവേണ്ടി തൃശൂർക്കാർക്കൊപ്പം എന്നും താൻ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ഇ.പി. ഹരീഷ്, ജനറൽ സെക്രട്ടറി എ.കെ. ചന്ദ്രശേഖരൻ, ബി.ജെ.പി. മേഖലാ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ.ആർ. ഹരി, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വീര സവർക്കർ വന്നാലും ജയിക്കില്ല എന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സുരേഷ് ഗോപി. സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്ന് പറയേണ്ടത് കോൺഗ്രസ് അല്ല, തൃശൂരിലെ ജനങ്ങളാണ്. ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല. ഇങ്ങോട്ട് സ്നേഹമുള്ളവരോട് അങ്ങോട്ടും ഉണ്ടാകും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ബി.ജെ.പി. ജയിക്കും. പ്രധാനമന്ത്രി തൃശൂരിൽ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ലെന്നും താനാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് സുരേഷ് ഗോപി. സ്റ്റേഷൻ മാസ്റ്ററുമായും പൊതുജനങ്ങളുമായും സുരേഷ് ഗോപി ചർച്ച നടത്തി. പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനങ്ങൾ നൽകി. വികസന കാര്യങ്ങൾ, ട്രെയിൻ സ്റ്റോപ്പ് വിഷയം എന്നിവ റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ആർ. ഹരി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഗുരുവായൂരിൽ ടി.എൻ. പ്രതാപന്റെ കട്ടൌട്ട് ഉയർന്നു. കിഴക്കേ നടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. പ്രതാപത്തോടെ വീണ്ടും നമ്മുടെ ടി.എൻ. പ്രതാപൻ നമ്മുടെ പ്രിയ തേരാളി എന്നൊക്കെ എഴുതിയ കട്ടൌട്ടാണ് ഉയർത്തിയത്. കൈപ്പത്തി ചിഹ്നവുമുണ്ട്. പ്രതാപന്റെ വിശ്വസ്തനായ ഒ.കെ.ആർ. മണികണ്ഠനാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഗുരുവായൂരിൽ പ്രതാപനായി പ്രചാരണം സജീവമാവുകയാണ്. പ്രതാപനാകും സ്ഥാനാർത്ഥിയെന്ന് ഗുരുവായൂരിൽ നടന്ന മുൻ MLA വി. ബലറാമിന്റെ അനുസ്മരണത്തിൽ VM സുധീരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ മുന്നറിയിപ്പ് ബോർഡ് മറച്ചാണ് ടി.എൻ. പ്രതാപന്റെ കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് പാർക്കിംഗ് ഗ്രൗണ്ടുകളെക്കുറിച്ച് വിവരം നൽകുന്നതിനായി സ്ഥാപിച്ച ബോർഡും PWD സ്ഥാപിച്ച സൂചനാ ബോർഡും മറച്ച് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ എക്സൈസ് വ്യാജമായാണ് പ്രതിയാക്കിയത് എന്നും വീട്ടമ്മയെ ലഹരിക്കേസിൽ കുടുക്കിയതിൽ തനിക്ക് പങ്കില്ലെന്നും പ്രതി ഹർജിയിൽ ആരോപിച്ചു. പ്രതിയുടെ ഹർജിയിൽ കോടതി എക്സൈസ് കമ്മീഷണറുടെ വിശദീകരണം തേടി. എക്സൈസ് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ നൽകിയ ഹർജിയോടൊപ്പമാണ് പ്രതി പുതിയ അപേക്ഷ കൂടി നൽകിയത്. ഷീല സണ്ണിയുടെ ബന്ധുവായ യുവതിയുടെ സുഹൃത്താണ് എക്സൈസ് പ്രതി ചേർത്ത നാരായണദാസ്. ഇക്കഴിഞ്ഞ 31-നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിനെ പ്രതി ചേർത്ത് റിപ്പോർട്ട് നൽകിയത്. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി പറഞ്ഞു. എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി സ്വാഗതാർഹമാണെന്നും ഷീല സണ്ണി പറഞ്ഞു. വിരുന്നുകാരായി എത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഷീല സണ്ണി പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുമെന്ന്. നമ്മൾ നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു. നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല.
പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്താ എത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കിടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളവരെ സംശയിച്ചു. അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം, ഒന്ന് സമാധാനം പറയാം. അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിൽ മോഷണം. സ്ഥാപനത്തിലെ ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ഓഫീസ് റൂമിന്റെ ഷട്ടറിലെയും വാതിലിലെയും താഴുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ ഇത് 3ാം തവണയാണ് കൊടുങ്ങല്ലൂർ മേഖലയിൽ മോഷണം നടന്നത്. വലപ്പാട് ബീച്ചിനു സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വലപ്പാട് കുരിശുപള്ളി വളവിൽ മാളിയേക്കൽ വീട്ടിൽ അലൻ ആണ് അറസ്റ്റിലായത്. എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. യുവാവിൽ നിന്ന് 5.537 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ സുധീരൻ, ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജയൻ, മധു, അഫ്സൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിസ, ഡ്രൈവർ രാജേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി പട്ടിയത്തോളപ്പിൽ വീട്ടിൽ അഖിൽ, നെല്ലുവായി സ്വദേശി കുട്ടഞ്ചേരി വീട്ടിൽ സുമിത്ത്, കുന്നംകുളം സ്വദേശി കൂർക്കപ്പറമ്പിൽ വീട്ടിൽ വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. പ്രതികൾ ബിവറേജിനു സമീപം അമിതമായി മദ്യപിച്ച് അക്രമം നടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർമാരെ പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വന്യജീവി ആക്രമണം തടയണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേലുപ്പാടം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ 7ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടും ഭരണകൂടം അനാസ്ഥ കാണിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ, PT വിനയൻ, ഔസേബ് ചെരടായി, മോളി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ മോട്ടോർ മോഷണം പോയി. തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ കൃഷി ആവശ്യത്തിനുപയോഗിക്കുന്ന 10 HP-യുടെ മോട്ടോറാണ് മോഷണം പോയത്. വൈദ്യുതി തകരാർ തീർക്കുന്നതുമായി ബന്ധപ്പെട്ടെത്തിയ KSEB അധികൃതരാണ് മോട്ടോർ മോഷണം പോയ വിവരം സമിതി അംഗങ്ങളെ അറിയിക്കുന്നത്. കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തി ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ, മുൻ പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത്, പാടശേഖര സമിതി അംഗങ്ങൾ, കൃഷി ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ലഹരി സംഘം സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് എന്നും സാമൂഹ്യവിരുദ്ധ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പുതുക്കാട് പോലീസിലും തൃക്കൂർ പഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവിടങ്ങളിലും പാടശേഖര സമിതി ഭാരവാഹികൾ പരാതി നൽകി. കൊടുങ്ങല്ലൂരിൽ ഹോട്ടൽ ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. തെക്കേനടയിലെ ദേവീദുർഗ ഹോട്ടലിലായിരുന്നു സംഭവം. കുത്തേറ്റ ഇരിഞ്ഞാലക്കുട നടവരമ്പ് സ്വദേശി കണ്ണംകുളം വീട്ടിൽ ബൈജുവിനെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജീവനക്കാരനായ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും തമ്മിലുണ്ടായ പിടിവലിക്കിടയിൽ വിജയന്റെ കയ്യിലുണ്ടായിരുന്ന കറിക്കത്തികൊണ്ട് ബൈജുവിനെ കുത്തേൽക്കുകയായിരുന്നു. കരുവന്നൂർ കൊക്കരിപ്പള്ളത്ത് തകർന്ന താൽക്കാലിക തടയണ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. കരുവന്നൂർ പുഴയുടെ കൈത്തോടായ തൊമ്മാന കനാൽ പുഴയിൽ ചേരുന്നിടത്ത് തടയണ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞിരുന്നു.
മന്ത്രിതലത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗ തീരുമാനത്തെ തുടർന്നാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തടയണ നിർമ്മാണത്തിനായി എത്തിയത്. എന്നാൽ കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തെ നിരാകരിച്ച് കണക്കൻകടവ് പാലത്തിനു സമീപത്ത് തടയണ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരടങ്ങിയ വിദഗ്ധ സമിതി സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. പ്രദേശത്തെ 2 കിണറുകളിൽ നിന്നും വെള്ളം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തു. നാട്ടുകാർ നിർദ്ദേശിച്ച സ്ഥലത്ത് താൽക്കാലിക തടയണ കെട്ടി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ള റിപ്പോർട്ട് ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ കളക്ടർക്ക് കൈമാറി. ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ കൈക്കൊള്ളുന്ന തീരുമാനത്തിനനുസരിച്ച് ബണ്ട് കെട്ടാനാണ് ഇറിഗേഷന്റെ നീക്കം. പാലപ്പള്ളി കന്നാറ്റുപാടം ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുവശത്തും സുരക്ഷാഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും മറുവശത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത സ്ഥിതിയാണ്. പാലത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങൾ ശ്രദ്ധയൊന്ന് പിഴച്ചാൽ പുഴയിലേക്ക് മറിയും. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ വലിയ അപകടങ്ങൾ ഒഴിവായത്. 1921 തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നിർമ്മിച്ച പാലത്തിന് പണിത കാലം മുതൽ ക്രാഷ് ഗാർഡ് ഇല്ലാത്തതാണ്. അന്നേ തുടങ്ങിയതാണ് യാത്രക്കാരുടെ നെഞ്ചിലെ അപകട ഭീതി. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിലേക്ക് പ്രതിദിനം നിരവധി വിദ്യാർത്ഥികൾ പോകുന്ന പാലമാണിത്. കോടാലി, വെള്ളിക്കുളങ്ങര, കൊടകര ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളും മറ്റ് നിരവധി വാഹനങ്ങളും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. കാരിക്കുളം 907 ശിവക്ഷേത്രത്തിലെ ഉത്സവം, 907 ജാറം ആണ്ട് നേർച്ച എന്നിവയ്ക്കെത്തുന്ന വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ബ്രിട്ടീഷ് പാലത്തെയാണ്. പാലത്തിന്റെ 2 അറ്റവും ക്രാഷ് ഗാർഡ് കെട്ടിയോ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചോ അപകടഭീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. ടൂറിസം വികസനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി എളവള്ളി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 30.57 കോടി രൂപ വരവും 30.1 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചത്. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ബജറ്റിൽ പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുവാൻ കർഷകർക്ക് നെൽവിത്ത് പൂർണ്ണമായും സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയും എളവള്ളിയിൽ നടപ്പിലാക്കുന്നുണ്ട്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. TC മോഹനൻ, NB ജയ, KD വിഷ്ണു, PM അബു, MP ശരത് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവാമല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ ബാങ്കിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. തിരുവല്ലുവാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ബാങ്കിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം C ഗോപദാസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ S ദിലീപ്, KR മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രചര ചാവക്കാട് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ UAE-യിൽ വീടുകളിൽ ജോലി ചെയ്യുന്നവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. 150-ലധികം പേരുമായി ഫുജൈറയിലേക്കാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനം പ്രചര ചാവക്കാട് ചെയർമാൻ KV സുശീലൻ നിർവഹിച്ചു. സജി ചെറിയാൻ, സിന്ധു ബിജു, അനൂപ് കീച്ചേരി, ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. സന്ധ്യ സുനിൽ, ജസീല ഫിറോസ്, ഷാനു ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. അഴീക്കോട് പുത്തൻപള്ളിക്കു സമീപം കുഞ്ഞുമാക്കാൻ ചാലിൽ വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലായിരുന്നു അപകടം. പുതിയ സിലിണ്ടർ ഘടിപ്പിച്ച് പാചകം ചെയ്യുന്നതിനിടയിൽ പാചകവാതകം ചോർന്ന് തീപിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് മാറ്റിയതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അധ്യാപകർക്കും മുഴുവൻ അംഗൻവാടി വർക്കർമാർക്കും ആശാപ്രവർത്തകർക്കും പരിശീലനം നൽകി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ E സുഷമ നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിയ ജോസഫ്, KF ബാബു, KA ചന്ദ്രൻ, സ്മിത ശങ്കർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് പക്ഷക്കാർക്ക് ആധിപത്യം.
പനമ്പള്ളി സെന്ററിൽ നടന്ന ചടങ്ങിൽ ജോണി പുല്ലൻ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ പ്രസിഡന്റ് ഷിബു വാലപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എബി ജോർജ്, VO പൈലപ്പൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിറപ്പറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വമക താലപ്പൊലി ഭക്തിസാന്ദ്രമായി. ധനു 1 ഭഗവതിക്കെട്ടിൽ ആരംഭിച്ച കളമ്പാട്ട് മഹോത്സവത്തിന് താലപ്പൊലിയോടെ സമാപനമായി. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കിഴക്കോട്ടുള്ള എഴുന്നള്ളിപ്പിന് ഗജവീരന്മാരായ ഗോകുലും ചെന്താമരാക്ഷനും ഇടംവലം അണിനിരന്നു. പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെയും ചെർപ്പുളശ്ശേരി ശിവന്റെയും നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരും തിരുവല്ല രാധാകൃഷ്ണനും നയിച്ച പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് ഗോപുരത്തിനു സമീപത്ത് എത്തിയതോടെ നടക്കൽ പറ ആരംഭിച്ചു. ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണം നടത്തി. രാത്രിയിലും പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ സർഗവാസനകൾ ഉണർത്തുക, ചിരിയും ചിന്തയും സൗഹൃദങ്ങളും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറ്റുമുക്ക് സാന്ദീപിനി വിദ്യാനികേതൻ സ്കൂളിൽ മിനി മിങ്കിൾ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാടൻപാട്ട് അവതരണവും കുട്ടികളുടെ കുഷൻ നിർമ്മാണം, സൈക്കിൾ വീൽ ചലഞ്ച്, ആനിമൽ മൈമിംഗ്, നാടകാവതരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി. പ്രിൻസിപ്പാൽ സുനിത U നായർ, അഡ്മിനിസ്ട്രേറ്റർ ഗിരീഷ് കുമാർ, ആരവം കലാവേദി മാനേജർ ജിതിൻ ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പതിറ്റാണ്ടുകളോളം തരിശു കിടന്ന പാടത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് കനകമല പഴമ്പിള്ളിയിലെ കടുംകുറ്റിപ്പാടത്തെ ഒരു കൂട്ടം കർഷകർ. കൊടകര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടി സഹായത്തോടെ തരിശു നിലത്തിൽ ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. കൊടകര കൃഷിഭവന് കീഴിലെ തെശ്ശേരി തെക്ക് പാടശേഖരത്തിന്റെ ഭാഗമായ കടുംകുറ്റിപ്പാടത്തെ 18 ഏക്കറോളം നിലം വർഷങ്ങളായി തരിച്ചു കിടക്കുകയായിരുന്നു. ഒരു കാലത്ത് ആണ്ടിൽ 3 വട്ടം കൃഷിയിറക്കിയിരുന്ന പാടശേഖരമാണിത്. പാടശേഖരത്തിലെ വെള്ളക്കെട്ടാണ് ഇവിടെ കൃഷിയിറക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർന്ന് തരിശു നിലത്തിൽ കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി തോടുകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സൗകര്യമൊരുക്കി. സ്വന്തമായി കൃഷിയിറക്കാൻ കഴിയാത്ത കർഷകരുടെ നിലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കാൻ തയ്യാറായി ഏതാനും കർഷകർ മുന്നോട്ട് വന്നതോടെ കടുംകുറ്റിപ്പാടത്തെ തരിശ് നെൽകൃഷിക്ക് വഴിമാറി. നിലമൊരുക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും കർഷകർക്ക് ലഭിച്ചു. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ കൃഷി ചെയ്ത ആ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇവിടെ പൂവണിയിക്കാൻ പറ്റി. അതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഈ തോട് വൃത്തിയായപ്പോൾ തന്നെ ഈ തോട് പൊട്ടിച്ച് അതിൻ്റെ മണ്ണ് കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിന്നു. ഇനി ഏകദേശം ഇതിലൊരു 4 ഏക്കറോളം കൂടി നമുക്ക് പണിയാനുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അടുത്ത ഒരു തരിശിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത 4 ഏക്കറ ഞങ്ങൾ പണിയും. കടുംകുറ്റിപ്പാടത്തെ തരിശു നീക്കി കൃഷിയോഗ്യമാക്കിയ 14 ഏക്കറിൽ 7 ഏക്കർ നിലവും പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയത് ലളിത എന്ന കർഷകയാണ്. വർഷങ്ങളായി നിലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്തുവരുന്ന കർഷകയാണ് ലളിത. ഉമ വിത്ത് ഉപയോഗിച്ച് കടുംകുറ്റിപ്പാടത്തിറക്കിയ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഞാൻ ഈ കടുംകുറ്റിപ്പാടം വളരെയധികം കാട് പിടിച്ച് മുടിഞ്ഞൊരു മല പോലെ കിടക്കണ ഈ പാടം കണ്ട് വളരെ വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് പണിയണം. എനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യാൻ ഇറങ്ങിയതോടുകൂടി എല്ലാ കർഷകരും പണിയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരുവിധം 10 പേരടങ്ങുന്ന ഒരു കർഷകർ എൻ്റെ ഒപ്പം കുറേശ്ശെങ്കിലും പണിയാൻ അവർ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് അവരെ 10 പേരുടെ വീട്ടിലേക്കും അത്യാവശ്യത്തിനുള്ള നെല്ല് സംഭരിക്കാനും അവർക്ക് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കടുംകുറ്റിപ്പാടത്ത് നെല്ല് വിളഞ്ഞു കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ കർഷകർ. തരിശു നിലത്തിൽ കൃഷിയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്ത ഇവിടുത്തെ കർഷകരും നേതൃത്വം നൽകിയ പാടശേഖര സമിതിയും മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ്. TCV കൊടകര.
വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഗുരുവായൂർ യൂണിറ്റ് നഗരസഭയിൽ നിവേദനം നൽകി. ഏരിയ സെക്രട്ടറി കെ ജോഫി കുര്യൻ നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജിന് നിവേദനം കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് സി ഡി ജോൺസൺ, സെക്രട്ടറി പി എ അരവിന്ദൻ, എൻ എസ് സഹദേവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വഴിയോര വ്യാപാര നിയന്ത്രണ നിയമം നടപ്പിലാക്കുക, മാലിന്യം ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ കലാപരിശീലനം പൂർത്തിയാക്കിയവരുടെ അരങ്ങേറ്റം നടന്നു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുമർ ചിത്രം, കർണാടക സംഗീതം, ഭരതനാട്യം എന്നീ ഇനങ്ങളിൽ 1 വർഷം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കിയവരാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ, എ എസ് മനോജ്, ശൈലജ സുധൻ, എ സായിനാഥൻ, കലാപരിശീലകരായ എം ശ്രീരഞ്ജിനി, കെ ശരണ്യ എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പെരിങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി NH അയ്യൂബ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ VK സുശീലൻ, ആൻഡോ തുറയൻ, VK പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള കാർമൽ കോളേജ് ദിനാഘോഷവും ദേശീയ കൾച്ചറൽ ഫെസ്റ്റും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്തും. കോളേജ് ദിനാഘോഷവും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പാൾ സിസ്റ്റർ സീന, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ റിനി മരിയ, PK രാജേശ്വരി, ഫെലിക്സ് പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ 24-ാം വാർഡിൽ പുതിയ റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നുള്ള തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള മുതലായ പാരമ്പര്യ വേലകൾ ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേരും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1-ന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് നടക്കും. ഗജവീരൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ഉച്ചതിരിഞ്ഞ് 25 പ്രാദേശിക പൂരങ്ങളുടെ വരവ് ആരംഭിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KB അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി KK സഞ്ജയ് കുമാർ, ട്രഷറർ MC അപ്പു, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KS ബിനോയ്, AK സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആശയം സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ശ്രദ്ധേയമായി. അയൺ ബോക്സ് ഓഫാക്കാൻ മറന്നുപോയാലും അപകടമില്ലാതെ ഓട്ടോമാറ്റിക്കായി ഓഫാകുന്ന സംവിധാനമാണ് ഇത്. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് EMHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ AS സാവിയോൺ, അർജുൻ കൃഷ്ണ എന്നിവർ സജ്ജമാക്കിയ സംവിധാനമാണ് വിജയവാഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫെയറിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം നേടിയത്. വീട് പൂട്ടി സാവിയോണും കുടുംബവും 4 മാസം മുമ്പ് എറണാകുളത്തേക്ക് യാത്ര പോകുന്നതിനിടയിൽ അയൺ ബോക്സ് ഓഫാക്കിയോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചു. 10 കിലോമീറ്ററോളം പോയ ശേഷം തിരിച്ചു വന്നപ്പോഴാണ് അയൺ ബോക്സ് വെച്ചിരുന്ന ഭാഗം കത്തിയ നിലയിൽ കണ്ടത്. സംശയിച്ചാണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വന്നതിനാൽ വലിയ അപകടം ഒഴിവായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സാവിയോൺ കൂട്ടുകാരനായ അർജുൻ കൃഷ്ണനോടും വീട്ടുകാരോടും അധ്യാപകരോടും ചർച്ച ചെയ്തത്. പിന്നീട് ബന്ധുവായ അധ്യാപകനും ഇവരുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകി. അങ്ങനെ തുടർച്ചയായി നടത്തിയ ചർച്ചയും പരീക്ഷണവും വിജയത്തിലെത്തി. അയൺ ബോക്സിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ഗൈറോസ്കോപ്പിക് സെൻസർ ആംഗിൾ അളക്കുകയും ടച്ച് സെൻസറിൽ ടച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആർഡിനോ സെർവോ മോട്ടോർ 90 ഡിഗ്രി തിരിക്കുകയും അതുവഴി അയൺ ബോക്സ് പൊന്തി നിൽക്കുകയും ചെയ്യും. 10 സെക്കൻഡ് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ റിലേ മൊഡ്യൂൾ പവർ സപ്ലൈ കട്ടാകും. ഇത്തരത്തിൽ ഒരു അയൺ ബോക്സ് നിർമ്മാണത്തിന് 2900 രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. TCV ന്യൂസ്, മാള. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം റിട്ടയർഡ് DYSP TT തോമസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DYSP ഡോക്ടർ KB സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി.
പെരിങ്ങോട്ടുകര ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാൽ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തിമാരായ ഷിബു, പ്രജീഷ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് NV രാജേന്ദ്രൻ, സെക്രട്ടറി NS സുഗതൻ, NI രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച നക്ഷത്ര വീടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. SSKയുടെ 10 ലക്ഷവും വേലൂർ പഞ്ചായത്തിന്റെ 5 ലക്ഷവും ഉപയോഗിച്ചാണ് നക്ഷത്ര വീടിന്റെ നിർമ്മാണം നടത്തിയത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. നക്ഷത്ര വീടിന്റെ ശില്പികളായ MM കൃഷ്ണൻ, KA അനീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം പഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി വോളണ്ടിയർമാർക്കുള്ള പരിശീലനം നടത്തി. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമന ജോഷി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ക്ലാസ് നയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ TP ഹനീഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KA ജിതിൻ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ്, മെമ്പർമാരായ സതി ജയചന്ദ്രൻ, സനിത, ആൻഡോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാൽ നഷ്ടപ്പെട്ട് കിടപ്പിലായ യുവാവിന് കൃത്രിമ കാൽ നൽകി. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി 13-ാം വാർഡിൽ പനയൂർ വളപ്പിൽ രാജേഷിനാണ് വാർഡ് മെമ്പറായ ഇബ്രാഹിമിന്റെയും പൊതുപ്രവർത്തകനായ യഹിയ കാസിമിന്റെയും നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്തഫ സൗജന്യമായി കൃത്രിമ കാൽ നൽകിയത്. തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായവും കൈമാറി. ചാലക്കുടി ഫൊറോന പള്ളിയിലെ അമ്പ് തിരുനാളിന്റെ തുടർച്ചയായി പ്രവാസികളുടെ അമ്പ് ആഘോഷം ബുധനാഴ്ച നടക്കും. വൈകിട്ട് 6-ന് സൗത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് രാത്രി 9-ന് പള്ളിയിൽ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ സാജൻ പടിക്കല, ജിമ്മി കിഴക്കുംതല, TP ജോർജ്, സോജ് ജോസഫ്, ലിയോൺ ചാക്കു തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദിദിമോസ് മെഗാ നാടകം അരങ്ങേറി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സഹവികാരി ഫാദർ ആൻഡോ രായപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. PTIയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇടവകക്കാരും ചേർന്ന് 200 കലാകാരന്മാരാണ് മെഗാ നാടകത്തിൽ അരങ്ങിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് BJP. വീരസവർക്കർ വന്നാലും ജയിക്കില്ലെന്ന TN പ്രതാപൻ MPയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സുരേഷ് ഗോപി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് TN പ്രതാപനായി വീണ്ടും പ്രചാരണം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം. പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് കമ്മീഷണറിൽ നിന്ന് വിശദീകരണം തേടി ഹൈക്കോടതി. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോഷണം പതിവാകുന്നു. പുല്ലൂറ്റിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ കവർന്നു. വലപ്പാട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന MDMAയുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി അലൻ ആണ് പിടിയിലായത്. മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി അഖിൽ, നെല്ലുവായ് സ്വദേശി സുമിത്, കുന്നംകുളം സ്വദേശി വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.